അൺസ്റ്റിച്ചഡ് മെറ്റീരിയലായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എപ്പോഴും പ്രിയപ്പെട്ടതാണ്. കാരണം നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാം അല്ലേ. പ്രത്യേകിച്ച് ഇതൊരു പ്യുവർ ആണ് കേട്ടോ. പ്യുവറിനകത്ത് ഇതുപോലത്തെ ബാൻഡേജ് പ്രിന്റ് വന്നിരിക്കുന്ന ഈ ഒരു ബാന്തിനി പ്രിന്റ് വന്നിരിക്കുന്ന ഈ ഒരു ഐറ്റം ഭയങ്കര രസമല്ലേ. നല്ല പ്യുവർ ആയിട്ടുള്ള ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെ ഷേപ്പൊക്കെ നല്ല നീറ്റാക്കി കിട്ടുന്നത് കണ്ടോ. ഓക്കെ, സുരഭി ഇതാണ്ട് ഷേപ്പ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയില്ല, അത്രയും മനോഹരമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. മാത്രമല്ല നല്ല വീതിയും നീളവും ഒക്കെ ഉള്ള മെറ്റീരിയൽ, നല്ല വീതി നീളമുള്ള മെറ്റീരിയൽ ആട്ടോ ഇത്. അപ്പോൾ അത്രയും രസമായിട്ടുള്ളൊരു ഐറ്റം, പ്യുവർ ആയിട്ടുള്ളൊരു ഐറ്റം മിസ്സാക്കരുത്. നിങ്ങൾ ഒരെണ്ണമെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് അറിയണമെങ്കിൽ, കാരണം ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതെടുത്ത് നോക്കുക, ഡെയിലി യൂസുകാർക്കും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്യാന്നുള്ളതാണ്. ഇത് വാഷിംഗ് ഒന്നും ചെറുതായിട്ട് കെയർ ചെയ്ത് ഉപയോഗിക്കും. പക്ഷേ അടിപൊളി ഐറ്റം, എടുത്തവർക്കൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ഇതുപോലത്തെ ഐറ്റംസ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, പ്യുവർ ഐറ്റം ഒക്കെ കെയർ ചെയ്ത് തന്നെ ഉപയോഗിക്കുക. നമ്മൾ നോക്കുന്ന പോലെ ഞാൻ ഈ മെറ്റീരിയൽസിനെ കുറിച്ച് ഒരു വീഡിയോ ഞങ്ങൾക്ക് ചെയ്തു തരാം. കാരണം ചിലർക്ക് ഇപ്പോഴും മെറ്റീരിയൽ എന്താണെന്ന് കുറേ പേർക്കും അറിഞ്ഞുകൂടാ. അതായത് ഫോക്സ് എന്താണ്, പ്യുവർ എന്താണ്, ആർട്ട് എന്താണ്, അതൊന്നും അറിയാൻ മേലാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ മെറ്റീരിയൽസിനെയും ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തുതരാം. സമയം ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് പ്യുവർ ആണ്, കെയർ ചെയ്യുക. കെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കുറേ കാലം നമുക്ക് ഉപയോഗിക്കും. ഞാനും ഇപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എനിക്കൊരു കംപ്ലൈൻറ്റോ ഒന്നുമില്ല. നമ്മൾ സൂക്ഷിക്കുന്ന കൊണ്ടിരിക്കും ഓരോ മെറ്റീരിയലിൻ്റെയും ക്വാളിറ്റി കറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വാഷ് ചെയ്യുക. നല്ല ലൈറ്റ് ഒരെണ്ണമെങ്കിലും പർച്ചേസ് ചെയ്ത് നോക്കുക. അത്രയും ഷേപ്പ് നമുക്ക് ആഗ്രഹിക്കുന്നത് എന്താ, നല്ല നീറ്റായിട്ട് ഷേപ്പായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുക എന്നൊക്കെയല്ലേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതുപോലെ പറ്റുന്ന ഒരു ഐറ്റം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് കൊടുത്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക ചെയ്യുക. ഫസ്റ്റ് വൺ നമ്മുടെ സുരഭി ഇട്ടിരിക്കുന്നത്, സെക്കൻഡ് ഞാൻ ഇട്ടിരിക്കുന്നതാണ്. അതിന് മുന്നേ നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ കാര്യം ആരും മറക്കണ്ട. December 21 ആണ്. ഓൾഡ് NH ആണ് നമ്മുടെ പുതിയ ഷോപ്പ് വരുന്നത്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. നെക്സ്റ്റ് കളറാണ്. അടുത്ത കളർ കണ്ട, ഈ ഒരു കളറാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. വിത്ത് ലൈനിങ്ങും ബോട്ടവും ഇതിനോട് പാടാണ്. പ്രൈസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ. ഞാൻ പ്രൈസ് നോക്കി ഇപ്പോൾ ബില്ല് അടിച്ചതേ ഉള്ളൂ. 1380 ഉള്ളൂ. 1380ക്ക് ബെറ്റർ ആട്ടോ. നല്ലൊരു പ്യുവർ ഐറ്റം നിങ്ങൾക്ക് ആ ഒരു പ്രൈസിലല്ലേ കിട്ടുന്നത്. ഇനി ഇങ്ങനത്തെ ഐറ്റം കിട്ടാൻ പാടാണ്. മാക്സിമം നിങ്ങൾക്കറിയാം റേറ്റ് കുറച്ച് കൊണ്ടുവരുന്ന ഒരു ഇതാണ് നമ്മൾ കൊണ്ടുവയ്ക്കുക. അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് റേറ്റ് കുറച്ചും കിട്ടുന്നത്. പിന്നെ പുതിയ ഓപ്പണിങ്ങിന് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇതുപോലത്തെയൊക്കെ ഐറ്റംസ് കാണും. നേരത്തെ വേണ്ടവർക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തതാണ്, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, പുതിയ ഓപ്പണിങ്ങിന് വരുമ്പം ഇതൊക്കെ കാണുമെന്ന് പറയുമ്പോൾ രേഷ്മ പുറയെന്ന് പറയാം, ഇതൊക്കെ കാണണേ, ഇതിപ്പോൾ ഇടുമ്പോഴേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും, അറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പാറ്റേൺ വേറെ ആയാലും നമുക്ക് കൊണ്ടുവരാൻ മുള്ളത്. കാരണം അത് അവർക്ക് തന്നെ അറിയാം ഇതൊക്കെ ഇടുമ്പം പെട്ടെന്ന് തീരുമെന്നുള്ള കാര്യം അവർക്ക് തന്നെ നല്ല ഇതുണ്ട്. അതാണ് ഞാൻ ചിന്തിച്ചത്. അവർ പറഞ്ഞ അങ്ങനെയാണ്. അപ്പോൾ അത്രയും നല്ലൊരു ഐറ്റം. അവരൊക്കെയാണല്ലോ ഇതിൻ്റെയൊക്കെ എടുക്കുന്നതും വെക്കുന്നതും അയക്കുന്നതും ഒക്കെ. രേഷ്മയും സുരഭിയും ഡോളി ചേച്ചിയും പിന്നെ എല്ലാവരും ഉണ്ട്. ഒരുപാട് പേരെ പരിചയപ്പെടുത്താറുണ്ട്. അവിടെയൊന്നും പേര് ഞാൻ ഇതുവരെ അങ്ങോട്ട് പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഓരോരുത്തരെയും നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇവരൊക്കെ കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ അയച്ചു തരുന്നത്. അപ്പോൾ എന്താ പറയുക, ഇത് പറഞ്ഞിട്ട് ഈ സ്ട്രേറ്റ് ലൈൻ പോലെ സ്ട്രേറ്റ് ആയിട്ട് ഈ പോകുന്നത് കൊണ്ട് തന്നെ നീളം നന്നായിട്ട് തോന്നിക്കും. പിന്നെ ഇതൊന്ന് വിട്ടേ പിന്നെ ലാസ്റ്റത്തെ അല്ലേ ഇത് കണ്ടോ, വീതി നീളം നിങ്ങളൊന്ന് നോക്കിയേ. ഇത് നിങ്ങൾക്ക് വേറൊരു ഐഡിയ ചെയ്യാം കേട്ടോ. ഇത് വേണമെങ്കിൽ കഫ്താൻ ആക്കാനും പറ്റും. വെറൈറ്റി ആയിരിക്കും. കഫ്താനായിട്ട് സ്റ്റിച്ച് ചെയ്താലും സൂപ്പറായിരിക്കും. നല്ല രസമല്ലേ. ദുപ്പട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ കഫ്താൻ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ സ്റ്റിച്ചഡ് മെറ്റീരിയലും ആക്കി മാറ്റാനും പറ്റും. അങ്ങനെയും പറ്റും. അതുപോലത്തെ ഐറ്റം. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്തോ. വിത്ത് ലൈനിങ്ങും ബോട്ടവും കൂടെ ചേർത്തിട്ട് 1380 മാത്രമാണ്. എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. നിങ്ങൾ എടുക്കുമ്പോഴായിരിക്കും ഈ ഒരു മെറ്റീരിയലിൻ്റെ ഗുണവും ആ ഭംഗിയൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാവരും എടുക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണും വരെ ബൈ.